നമ്മൾ ജസ്റ്റ് 2D ഫ്രണ്ട് വ്യൂ ഹൗസ് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഇമേജസ് വരും. ചിലപ്പോൾ നമ്മൾ CAD-ലൊക്കെ ഡ്രോയിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ 3D കൊടുക്കാനായിട്ട് നമുക്ക് പാടാണെങ്കിൽ നമ്മൾ ബിൽഡ് ഇൻഫർമേഷൻ ഒക്കെ ഇതേപോലത്തെ 2D ഇമേജും കാര്യങ്ങളായിരിക്കും കൊടുക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് 3D-ലേക്ക് ആക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇമേജ് എടുത്തു. ഈ ഇമേജിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ചിലപ്പോൾ നമ്മൾ CAD-ൽ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ആയിരിക്കും കൊടുക്കുക. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആകെ 35 KB-യുടെ ഇമേജ് ആണ്. എന്നിരുന്നാൽ പോലെ നമുക്ക് അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. നമ്മൾ സ്കെച്ച് ടു റെൻഡർ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് സ്കെച്ചിനെ നമ്മൾ റെൻഡർ ചെയ്യാന്നുള്ളതാണ്. കണ്ടോ, അപ്സ്കെയിൽ ചെയ്യാൻ. കാരണം നമ്മുടെ ലോ റെസൊല്യൂഷൻ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഹൈ റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തന്നെ അതിന്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്തോളും. ഇതിപ്പോൾ നമ്മൾ എക്സ്റ്റീരിയറിലും ഫ്രണ്ട് ഹൗസും കൊടുത്ത് മോഡലും കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ജനറേറ്റ് ഡ്യൂൺ ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുത്തേക്കുന്ന ഈ ഒരു 2D ഡ്രോയിങ്ങിനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ആക്കി മാറ്റുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് വലിയ ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റിന്റെ സ്പീഡും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കേട്ടോ, നമുക്ക് ഇവിടെ വന്നു നമുക്ക് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ അപ്സ്കെയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം അപ്സ്കെയിൽ ചെയ്യുന്നില്ല. ഈ കൊടുത്ത ഇമേജിനെയാണ് ഈ രീതിയിലേക്ക് വന്നേക്കുന്നത്. കണ്ടോ, നമ്മൾ കൊടുത്തേക്കുന്ന ഇമേജിന് ഈ രീതിയിലേക്ക് വന്നു. ഇവിടെ വെച്ച് നമ്മൾ നിർത്തുമല്ലേ. ഇവിടെ വെച്ച് നമ്മൾ ജസ്റ്റ് ഇത് സ്റ്റാർട്ടിങ് ആണല്ലോ. നമ്മൾ നേരെ എഡിറ്റ് പോവുക, നമുക്ക് റീഡിസൈനിൽ പോവുക. റീഡിസൈനിൽ പോയിട്ട് നമുക്ക് എക്സ്റ്റീരിയൽ കൊടുക്കുക, അതിൻ്റെ ഇവിടെ ഫ്രണ്ട് വ്യൂസ് കൊടുക്കുക, മോഡേൺ കൊടുക്കുക, ബ്യൂട്ടിഫുൾ ആക്കുക, പിന്നെ ജസ്റ്റ് ഒന്ന് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ 1 മിനിറ്റ് താഴെ ഇതിന് റെൻഡർ എടുക്കത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കണ്ടോ, നേരത്തേനേക്കാളും കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ജസ്റ്റ് എഡിറ്റ് പോവുക. എഡിറ്റിൽ പോയിട്ട് നമ്മളിവിടെ നേരെ ഇവിടെ സ്കൈ കളർ കൊടുക്കുക. ആ സ്കൈ കളർ കൊടുത്തിട്ട് നമ്മളിവിടെ ക്ലിയർ സ്കൈ കൊടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ പോയിട്ട് നമ്മൾ ജനറേറ്റ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അതുണ്ടോ, നേരത്തെ കൊടുത്തതിനേക്കാളും കുറച്ചും കൂടെ സ്കൈയുടെ വ്യത്യാസം വന്നതാണ്. ഈ രീതിയിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എഡിറ്റ് കൊടുക്കാം. എഡിറ്റ് കൊടുത്തിട്ട് റീഡിസൈനിൽ പോവാം. ഈ റീഡിസൈനിൽ പോയിട്ട് തന്നെ നമുക്ക് എക്സ്റ്റീരിയൽ ചെയ്യാം. എക്സ്റ്റീരിയൽ ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് ഹൗസ് കൊടുത്ത് മോഡേൺ കൊടുത്തിട്ട് ഇതിനൊന്ന് ക്രിയേറ്റീവ് ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന രീതിയിലേക്ക്, എന്നിട്ട് ഇവിടെ അലൈൻമെന്റ് ഇതിനകത്ത് സ്ട്രക്ചറിൽ സെയിം ആവുന്ന രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു 2D-യിൽ ഒരെണ്ണം കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതേപോലത്തെ പല രീതിയിലുള്ള ഇമേജസ് നമുക്ക് കൊടുക്കാൻ പറ്റും ക്ലയന്റ്. എന്നിട്ട് ക്ലയന്റ് ഇഷ്ടത്തിനനുസരിച്ച് പിന്നീട് നമുക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന മാറ്റാൻ പറ്റും. ഇവിടെ കൊടുത്ത് ഇപ്പോൾ വ്യത്യാസം വന്നുണ്ടോ, ഈ രീതിയിലേക്കുള്ള വ്യത്യാസം വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ എഡിറ്റ് ചെയ്തിട്ട് ഈ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു മോഡലിലേക്ക് ആക്കണം വിചാരിച്ചു. അങ്ങനെ നേരെ എക്സ്റ്റീരിയൽ കൊടുക്കുക, ഫ്രണ്ട് ഹൗസ് കൊടുക്കുക, മോഡേൺ കൊടുക്കുക. അങ്ങനെയുള്ള പെർഫെക്റ്റ് റീഡിസൈൻ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിനോവേഷൻ വർക്കൊക്കെ ചെയ്യാൻ നേരത്താണ് സാധാരണ നമ്മൾ ഇതേപോലെ തരണം ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വരുന്ന രീതിയിലേക്ക് വരും. തന്നെ പല രീതിയിലുള്ള ഡിസൈനുകളും കാര്യങ്ങളും തരും. കണ്ടോ, നമ്മൾ ആ കൊടുത്ത ഒരു 2D-യെ തന്നെ പല രീതിയിലേക്കുള്ള 3D ആക്കി തന്നെ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഇതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും പറ്റും. കണ്ടോ, ഇപ്പൊ നമ്മൾ ചെയ്തതിനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ ഇതനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് ഇതുണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റൈൽ തന്നെ മാറ്റി. ഇപ്പൊ ഞാൻ മോഡേൺ അല്ലേ, മോഡേൺ മാറ്റിയിട്ട് ഇത് സ്റ്റൈലുകളുണ്ട്, ഇത്രയും സ്റ്റൈലുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും സ്റ്റൈലുകൾ മാറുന്ന അനുസരിച്ച് ടോട്ടലായിട്ട് വ്യത്യാസം വരും. നമുക്ക് ഏതാണോ വേണ്ടത് അതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ പ്രത്യേകത. അപ്പൊ ഞാനിപ്പം ക്രിയേറ്റീവ് റെഡ്യൂസറിൽ പോയി പെർഫെക്റ്റ് റെഡ്യൂസറിൽ പോയിട്ട് ഞാനിവിടെ പോയിട്ട് വേറൊരു ഇത് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനൊരു ഫാം ഹൗസിന് കൊടുത്തു. ഇവിടെ ക്രിയേറ്റീവ് റെഡ്യൂസറിന് കൊടുത്തു. ഇവിടെ കൊടുത്തു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പല രീതിയിലേക്ക് ഉള്ള ഇതിലേക്ക് നമുക്ക് ഡിസൈനിലേക്ക് ഇടാം. ഒരേ ഡിസൈൻ തന്നെ പല രീതിയിലേക്ക് ഇടാം, സ്റ്റൈൽ ഇടാം, ഇനി കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റിയാൽ, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത. കണ്ടോ, എന്നിട്ട് നമുക്കിത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനെ HD-യിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. HD-യിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യാതെ, എല്ലാവരും ഒറ്റ ക്ലിക്കേ ഉള്ളൂ.
ഭയങ്കര ടെക്നിക്കൽ നോളജോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ബേസിക് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 3 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. 3 മണിക്കൂർ കൊണ്ട് ഏതൊരാൾക്കും ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നേരെ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇത് നമ്മൾ കൊടുത്ത ഇമേജ് കണ്ടോ? ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്. അതിനകത്ത് നമുക്ക് കിട്ടിയ ഇമേജ് കൂടെ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കിട്ടിയ ഇമേജ് കണ്ടോ? എന്നിട്ട് മാറ്റം ഉണ്ടോ നോക്കിയേ. ക്വാളിറ്റി ഉണ്ടോ? ഇന്നത്തെ വാട്ടർമാർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ HD ആണ്. കൊമേഴ്ഷ്യൽ ലൈസൻസ് ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.